വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുവാൻ വേണ്ടി പ്രഗത്ഭ പ്രഭാഷകനും പണ്ഡിതനുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ ദാരിമി ഉസ്താദ് പനവൂർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ എല്ലാ അർത്ഥത്തിലും കബൂൽ ചെയ്യട്ടെ. ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ നിങ്ങൾ കാണും പോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉയിരും ഉശിരുമായ മഹാരഥന്മാരുടെ സാന്നിധ്യം നാം അനുഭവിക്കുകയാണ്. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള, റാഹത്തുള്ള, സന്തോഷമുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. കാര്യമായി ആമീൻ പറയുക. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള, റാഹത്തുള്ള, സന്തോഷമുള്ള ദീർഘായുസ് നൽകട്ടെ. ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനും പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഭിവന്ദ്യരും ആദരണീയരുമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകൾ അല്ലാഹു അംറ മഹാനുഭാവൻ ആണ് ഈ നമ്മുടെ സദസ്സ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. വളരെ നേരത്തെ തന്നെ എത്തുകയും നമ്മളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും സംഘാടനത്തെക്കുറിച്ചും സംഘാടകരെ കുറിച്ചും എല്ലാം ചോദിച്ചറിയുകയും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ഈ സംഘശക്തിയുടെ തലപ്പത്ത് എല്ലാവിധ ആത്മീയ നിർവൃതിയോടും കൂടി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാനർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നത് സമസ്ത എന്ന ആദരണീയ പ്രസ്ഥാനത്തിന്റെ വിളിയാളം കേട്ടുകൊണ്ട് 100 ആണ്ട് പിന്നിട്ട അതിന്റെ ചരിത്രഗതികളിൽ രേഖപ്പെടുത്തിയ ഒരുപാട് സംഭവ പരമ്പരകൾ അയവിറക്കിക്കൊണ്ടാണ് പലരും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. നമ്മളാരും പ്രതീക്ഷിക്കാതെ ഇന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. കോഫി ടേബിൾ ബുക്ക് എന്ന പേരിൽ നമ്മൾ ആരും അങ്ങോട്ട് ആവശ്യപ്പെടാതെ സമസ്തയിൽ നിന്ന് പ്രത്യേകമായ ഒരു ഫണ്ട് നീക്കിവെക്കാതെ ആ തരത്തിൽ വളരെ കനപ്പെട്ട ഒരു പുസ്തകം എഴുതിയത് 1 നൂറ്റാണ്ട് പഴക്കമുള്ള ഇന്ത്യയുടെ പരമോന്നത പാരമ്പര്യത്തിന്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രമാണ്. ആ പത്രം പുറത്തിറക്കിയ ആ കോഫി ടേബിൾ ബുക്കിന്റെ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ആദരണീയരായ ശൈഖുന തങ്ങൾ ഉസ്താദ് എത്തിച്ചേർന്നിട്ടുണ്ട്. മഹാനായ ജമലുല്ലൈലി തങ്ങൾ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. കൊയ്യൂർ ഉസ്താദ് എത്തിച്ചേർന്നിട്ടുണ്ട്. സാബിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഞാൻ സംസാരിക്കുക എന്നുള്ളത് അതവുകേടാവും എന്ന് എനിക്ക് തിരിച്ചറിയാമെന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടമായ ഈ വേദി ഉദ്ഘാടനം ചെയ്ത് തരുന്നതിന്, ഈ തിരുവനന്തപുരം ജില്ലയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ വഴിത്തിരിവ് ആവുന്നതിന്, ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു പൊറുക്കുന്നതിന്, ഈ ജില്ലയിൽ ഉയർന്നു നിൽക്കുന്ന പേര് കേട്ട പ്രശസ്തമായ ഒരുപാട് മഹല്ലത്തുകൾ ഇന്നും സമസ്തയുടെ കൂടെയാണ്. അതെല്ലാം പാരമ്പര്യമായി നിലനിൽക്കുന്നതിനും ഇനിയും ഈ സമസ്തയുടെ വിളിയാളം ഈ ജില്ലയുടെ മുക്കുമൂലകളിൽ എത്തുന്നതിനും വേണ്ടി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം.
ഈ സദസ്സിലോ മറ്റോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അങ്ങ് സദയം ക്ഷമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥന മനസ്സോടുകൂടി എല്ലാവിധ ആദരവോടും കൂടി കേരളത്തിന്റെ ആത്മീയ ചക്രവാളത്തിലെ സുൽത്താനായി വിരാജിക്കുന്ന ഞങ്ങളുടെ എല്ലാമായ സയ്യിദന സയ്യിദുൽ ഉലമ അവറുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സൂഫി മാർഗമാണ് സമസ്തയുടെ പൂർവികർ പകർന്നു തന്നതല്ല. എവിടെയും എന്നും എപ്പോഴും തന്റെ അനുയായികൾക്ക് വ്യക്തതയോടെയും കൃത്യതയോടെയും ബോധ്യപ്പെടുത്തി ദേശത്തിന്റെ അശാന്തമായ വർത്തമാനകാലങ്ങൾ നോവുകൾക്ക് മുമ്പിൽ തന്റെ അനുയായികളെ പ്രതീക്ഷയുടെ കപ്പലിൽ കയറ്റി ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്ക് മുകളിലൂടെ സിറാത്തെ മുസ്തഖീമിലേക്ക് നയിക്കുന്ന കൈരളിയുടെ ആത്മീയ നായകൻ സയ്യിദുൽ ഉലമ. ഏത് കൊടുങ്കാറ്റടിച്ചു വീശിയാലും ഏത് സുനാമി പാഞ്ഞെടുത്താലും തന്റെ അനുയായികൾക്ക് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാനിൽ നിന്ന് ആവേശം പകർന്നു തന്ന ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശത്തിൽ നിന്ന് ആവേശം പകർന്നു തന്ന വർത്തമാനകാല നമ്രൂദുമാർക്കും വർത്തമാനകാല ഫറോവമാർക്കും മുന്നിൽ ഇല്ല സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ കൊത്തിവലിക്കാൻ അനുവദിക്കില്ലെന്ന് ഉച്ചൈതരം പ്രഖ്യാപിച്ച് നേരായ ദിശയിലേക്ക് തന്നെ നയിക്കുമെന്ന് ഉറക്കെ വീണ്ടും പ്രഖ്യാപിച്ച നായകൻ സയ്യിദുൽ ഉലമ നമ്മുടെ മഹത്തായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ആദരപൂർവ്വം മഹാനവറുകളെ ക്ഷണിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.